കണ്ണൂർ കണ്ണപുരത്ത് വാടക വീട്ടിൽ വൻ സ്ഫോടനം എന്ന വാർത്തയുമായാണ് ഇന്നത്തെ പ്രഭാതം പിറന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആ സ്ഫോടനമുണ്ടായത്. ഒരാൾ മരിച്ചു. മരിച്ചയാൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. സ്ഫോടനമുണ്ടായത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് എന്നുള്ള സൂചന ഒരു ഭാഗത്തുണ്ട്. ബോംബ് നിർമ്മാണമാണോ എന്ന് ചോദിച്ചാൽ അത് പടക്ക നിർമ്മാണമാണ് എന്നുള്ള റിപ്പോർട്ടുകളും ചില ഭാഗത്ത് നിന്ന് വരുന്നു. എന്തായാലും സ്ഫോടക വസ്തു നിയമപ്രകാരം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. വിനയരാജ് ചേരുന്നു. മരിച്ചയാളുടെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നവരാണ് എന്നുള്ളതായിരുന്നല്ലോ വിവരങ്ങൾ. വിനയരാജ്, തീർച്ചയായും വാടക വീട്ടിൽ താമസിക്കുന്ന 2 പേരാണെന്നാണ് പോലീസ് പറയുന്ന കാര്യം. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. തുടർന്ന് പ്രദേശവാസികൾ ശബ്ദം കേട്ടതിനെ തുടർന്ന് പ്രദേശത്തേക്ക് പോവുകയായിരുന്നു. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ 2 പേരാണ് ആ വാടക വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവും ഈ പ്രദേശവാസികൾക്കില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും അവർ പറയുന്ന കാര്യമെന്ന് പറയുന്നത് രാത്രി സമയങ്ങളിലാണ് ഇവർ വീട്ടിലേക്ക് വരുന്നത്. ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം വീട്ടിലേക്ക് കയറി പോകുന്നു. മറ്റു ആളുകളുമായി യാതൊരു തരത്തിലുമുള്ള ബന്ധം ഇവർക്കില്ല. കൂടാതെ തന്നെ രാവിലെ സമയങ്ങളിലൊന്നും തന്നെ ഈ ആളുകൾ 2 വാടക വീട്ടിൽ താമസിക്കുന്ന 2 ആളുകളെയും കാണാറില്ല എന്നാണ് ഈ പ്രദേശവാസി നാട്ടുകാരടക്കം തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവും തങ്ങൾക്കില്ല എന്നും ഈ നാട്ടുകാരടക്കം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഗോവിന്ദൻ എന്ന ആളുടെ ഒരു വീടാണ്. ആ വീട് അനൂപ് എന്നൊരാളാണ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അനൂപ് എന്ന ആളാണ് അവിടെ വാടകയ്ക്ക് എടുത്ത് താമസിച്ചിരുന്നത്. വിനയരാജ് വിവരങ്ങൾ നൽകുക. അടുത്തതായിട്ട് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് കാര്യം മനസ്സിൽ വെക്കുക. അതിനൊപ്പം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ആദ്യം അല്പനേരം പൂർണ്ണമായിട്ടുള്ള സ്ക്രീനിൽ കാണിച്ചതിന് ശേഷം ബാക്കിയുള്ള വിൻഡോകളിലേക്ക് നമ്മൾക്ക് തിരികെ എത്താം. തുടരൂ വിനയ. ഗോവിന്ദ് എന്ന ആളുടെ വീടാണ് അത്. പിന്നീട് അനൂപ് എന്നൊരാൾ വാടകയ്ക്ക് എടുക്കുന്നു. എന്നാൽ അനൂപ് അല്ല ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അനൂപിന്റെ തൊഴിലാളികളാണ് ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ അനൂപിനെതിരെയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് അനൂപിനെതിരെയും പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അനൂപ് മാലിക് എന്ന ആളാണ് ഈ ഗോവിന്ദൻ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. 2013 ഇയാൾക്കെതിരെ അനൂപിനെതിരെ മറ്റൊരു കേസും ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. കൂടാതെ തന്നെ ഈ സ്ഫോടനം നടന്നതിന് പിന്നാലെ തന്നെ ഒരാളുടെ മരണം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 2 പേരാണ് വീട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന കാര്യം. സ്ഥലത്തിപ്പോൾ ഈ വീട്ടിലുള്ള അവശിഷ്ടങ്ങളടക്കം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ ഈ വീടടക്കം തന്നെ വീണ്ടും പരിശോധന നടത്തുകയാണ്. വേറെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും തിരിച്ചറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. 2 പേർ മാത്രമാണോ അതോ അതിൽ കൂടുതൽ ആളുകൾ ഈ വീട്ടിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തിയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അയാളെ കുറിച്ചിട്ടുള്ള യാതൊരു തരത്തിലുള്ള സൂചനയും ഇപ്പോൾ പോലീസ് നൽകുന്നില്ല. എല്ലാം ഒരു സൂചന മാത്രമാണ് ഇപ്പോൾ പോലീസും നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. 2 പേർ മാത്രമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. നാടിനെ നടുക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 2 മണിക്ക് പുലർച്ചെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത്. പ്രദേശത്തുള്ള വീടുകളുടെ ജനൽ ചില്ലകളും വാതിലും അടക്കം പൊളിയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത്രത്തോളം ബലമുള്ള ഒരു സ്ഫോടനമായിരുന്നു എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ വളരെ ദുരൂഹതയും ഈ പ്രദേശവാസികളടക്കം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് ഈ വീട്ടുകാരെ കുറിച്ച് തന്നെയാണ്. ഈ വീട്ടുകാർ ആരാണ്, അല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്നത് ആരാണ്, അവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ ഈ നാട്ടുകാർക്കൊന്നും തന്നെ അറിയില്ല. രാവിലെ സമയങ്ങളിലാണെങ്കിലും ഈ വീട്ടിൽ ആൾ താമസമില്ല. വൈകുന്നേരങ്ങളിൽ മാത്രമാണ് വരുന്നത്. അതും ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇവർ വീട്ടിലേക്ക് കയറുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും നാട്ടുകാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നാട്ടുകാർക്കും അറിയുന്നില്ല, അല്ലെങ്കിൽ നാട്ടുകാരോട് ചോദിക്കുമ്പോഴും അവർക്കും അറിയില്ല. ഇനി അനൂപ് എന്നയാളെ, അല്ലെങ്കിൽ ഈ വാടകയ്ക്ക് വീടെടുത്ത അനൂപ് എന്നയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം
ചോദ്യം ചെയ്യൽ മാത്രമേ മറ്റു നാളുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തായാലും ലഭിക്കൂ എന്നാണ് പോലീസ് അടക്കം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. നിലവിൽ ഇപ്പോൾ കണ്ണൂർ കമ്മീഷണർ അടക്കം തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ബോംബ് സ്ക്വാഡ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. നാട്ടുകാരടക്കം തന്നെ ഇപ്പോൾ ഈ വീട്ടിലുള്ള പൊളിഞ്ഞു കിടക്കുന്ന വീടിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടികളിലേക്ക് അടക്കം തന്നെ കടന്നിട്ടുണ്ട്. ഈ അവശിഷ്ടങ്ങൾക്കുള്ളിൽ മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലടക്കം തന്നെ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ അതിലൊരെന്തായാലും ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിനയ രാജാണ് കണ്ണൂരിൽ ഇന്ന് പുലർച്ചെയുണ്ടായ കണ്ണപുരത്തുണ്ടായ വാടക വീട്ടിലെ വൻ സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഇത് ഈ സ്ഫോടനം നടന്നതിൻ്റെ പിന്നിൽ എന്താണ്, വാസ്തവത്തിൽ ആ വീട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നത്, അത് കേവലം പടക്ക നിർമ്മാണമാണോ അതോ ബോംബ് നിർമ്മാണമാണോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കാരണം കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിട്ട് അത്തരത്തിൽ ഒരു കുപ്രസിദ്ധിയുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പേരുകേട്ട ഒരു നാട് എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ അവിടെ ബോംബുകൾ നിർമ്മിക്കുകയായിരുന്നുവോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ബോംബ് നിർമ്മാണമായിരുന്നുവോ അല്ലയോ? ഇനി അങ്ങനെ ഒന്നുമല്ല, അത് കേവലം പടക്ക നിർമ്മാണമാണ് എങ്കിൽ തന്നെയും അതിന് ലൈസൻസ് ഉണ്ടോ? എന്തുകൊണ്ട് ഇപ്പോൾ വിനയ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ പകൽ സമയത്ത് അവിടെ കാണാതെ വരുന്നു, വൈകിട്ട് മാത്രമാണ് എത്തുന്നത്, വന്നാൽ ഉടൻ തന്നെ പ്രകാശങ്ങളൊന്നും ഓണാക്കാതെ ആ വീട്ടിനകത്തേക്ക് കയറുന്നു, എന്തൊക്കെയോ രഹസ്യാത്മകത അതിനകത്തുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലർച്ചെ ഉഗ്രശബ്ദമാണ് കേട്ടത്. തീ കത്തിയ വീട്, ചിതറിയ ശരീരഭാഗങ്ങൾ, ഇതെല്ലാം കണ്ട് നാട്ടുകാർ ഞെട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. അയൽവാസി പറയുന്നത് പുലർച്ചെ 2 മണിയോട് കൂടിയിട്ടാണ് ഞാൻ വലിയൊരു ശബ്ദം കേട്ടത്, ചെന്ന് നോക്കിയപ്പോൾ ശരീരഭാഗങ്ങളൊക്കെ ചെതറിക്കിടക്കുന്നത് കണ്ടു എന്നുള്ള രീതിയിലാണ് ഒരു അയൽവാസി പറയുകയുണ്ടായത്. എന്തായാലും കണ്ണപുരം കീഴറയിൽ സ്ഫോടനമുണ്ടായ വാടക വീടിന് അടുത്ത് താമസിക്കുന്നവർ ഞെട്ടലോടെയാണ് ആ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരെയും നടുക്കുന്ന കാഴ്ചയാണ് ആ ഉഗ്രസ്ഫോടനം നടന്ന സ്ഥലത്തുണ്ടായത് എന്നുള്ളതാണ്. സ്ഫോടന ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് തീ ആളിപ്പടർന്ന വീടാണ്. നാട്ടുകാർ ഉടൻ തന്നെ വിവരം അറിയിച്ചു. കണ്ണപുരം പോലീസ് എത്തി, അഗ്നിശമന സേനാംഗങ്ങളെത്തി. പ്രദേശം ഇപ്പോഴും പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നു. കണ്ണൂരിൽ നിന്നെത്തിയ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന പുലർച്ചെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമാവാറാവുന്നു. കണ്ണപുരം തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരും നാട്ടുകാരും ചേർന്നാണ് പൊള്ളലേറ്റ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിച്ചത്. സ്ഫോടനത്തിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ആ ചിന്നിച്ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റുന്ന രീതിയിലേക്കുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആരുടേതാണ് ഈ ശരീരഭാഗങ്ങൾ എന്നാണ് വ്യക്തമാവാത്തത്. മരിച്ച വ്യക്തി ആരാണ് എന്നറിയേണ്ടിയിരിക്കുന്നു. ഈ പോലീസിൻ്റെ നിഗമനം എന്ന് പറയുന്നത് പടക്ക നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം എന്നുള്ള നിലയ്ക്കാണ്. അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയാസ്പദമാണ്. കാരണം ബോംബ് നിർമ്മാണം ആണെങ്കിൽ തന്നെയും പോലീസിന് അത് പ്രാഥമിക നിഗമനം എന്നുള്ള നിലയ്ക്ക് ബോംബ് നിർമ്മാണത്തിനിടെ എന്ന് അവർ പറയാൻ വിഷമിക്കും. കാരണം അങ്ങനെ പറയുന്നത് രാഷ്ട്രീയമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നും വന്നേക്കാം. പക്ഷേ ചിലപ്പോൾ അത് പോലീസ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പടക്ക നിർമ്മാണത്തിനിടെ സംഭവിച്ച അപകടം ആണ് എന്നും വന്നേക്കാം. എന്തായാലും കീഴറ ഗോവിന്ദൻ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ ആണ് ഈ ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ആ വീട്ടിൽ കീഴറ ഗോവിന്ദൻ 2 പേർക്ക് വാടകയ്ക്ക് താമസിക്കാൻ കൊടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും കീഴറ ഗോവിന്ദൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടാൽ ഈ വീടിൻ്റെ വാടക ചീട്ട് ലഭിക്കുകയും അവിടെ താമസിച്ചിരുന്നവരാരാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പയ്യന്നൂരിൽ ഒരു സ്പെയർ പാർട്സ് കട നടത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് ഒരു വിവരം. മരിച്ചയാളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പോലീസ് തുടർന്നുകൊണ്ടിരിക്കുന്നു. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.